വിദേശകാര്യ വിദഗ്ധൻ അനിൽകുമാർ ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ എല്ലാം ഔദ്യോഗികമായി നമുക്കൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ യാത്രാവിമാനം തകർന്നു വീണു എന്നത് മാത്രമേ നമുക്കറിയുന്നുള്ളൂ. 242ഓളം ആളുകൾ അതിൽ ഉണ്ടായിരുന്നു എന്നതൊക്കെ ഒഴിച്ചാൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുമുണ്ട്. പക്ഷേ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമ്പോൾ വളരെ ആശങ്ക ഉണ്ടാകുന്നുണ്ട്. ഈ പറന്ന് ഉയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റാതെ ഏത് കത്തിയമർന്ന് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം അപകടങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ടുള്ള കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മൾ ഈ അടുത്ത സമയത്തൊക്കെ പല പ്രാവശ്യവും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ പല വിമാനങ്ങളും, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ പലയിടത്തും അപകടത്തിൽപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ യാത്രാ വിമാനങ്ങൾ ഇതിപ്പം ആദ്യത്തെ സംഭവമല്ല. ഇപ്പം പലപ്പോഴും ഇത് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ ഇടയ്ക്ക് റൺവേ തെറ്റിയുള്ള വിമാനാപകടം കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇത് റൺവേയിൽ വന്ന പ്രശ്നമല്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റൺവേക്ക് പുറത്താണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്, അഹമ്മദാബാദിൽ. അതുകൊണ്ട് തന്നെ മരണസംഖ്യ വളരെ ഉയരാനുള്ള സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് ശരിയാണെങ്കിൽ ഏകദേശം ഒരു 100-ലധികം മരണസംഖ്യ ഒരുപക്ഷെ അത്രത്തോളം ഉയർന്നു പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. മാത്രമല്ല, ഈ അവിടെ നിന്ന് വരുന്ന ചിത്രങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് വളരെ ഭയാനകവും അതുപോലെ തന്നെ വളരെ പേടിപ്പെടുത്തുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ടിവിയിൽ കാണിക്കാൻ പോലും കഴിയാത്തത്ര അതിദാരുണമായ ഒരു സംഭവമാണ്. ഇതിനകത്ത് ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരുപക്ഷെ ശക്തമായിട്ടുള്ള തരത്തിലുള്ള നടപടികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലൈറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, ഫ്ലൈറ്റ് ബാലൻസിങ് ആയാലും ഫ്ലൈറ്റ് മാനേജ്മെന്റ് ആയാലും അതിന്റെ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ സെക്യൂരിറ്റി തലത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള നടപടികൾ, അപകടം ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളും മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഈ അപകടം വളരെ കൺസേൺ, നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു യുദ്ധസമാന സാഹചര്യം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ആശങ്കകളും ഒക്കെ ഉണ്ടാകാം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ അപകടം ഇതുമായി നമ്മുടെ വിമാനവുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു അപകടമാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും അവിടുന്ന് ആളുകളുടെ രക്ഷാപ്രവർത്തനം അത്ര എളുപ്പം ഒരു കാര്യമല്ല. കാരണം ധാരാളം മൃതശരീരങ്ങൾ കത്തിക്കരിഞ്ഞതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ റൺവേക്ക് പുറത്തായിട്ടുള്ള ഒരു അപകടമായതുകൊണ്ട് തന്നെ ഇതിന്റെ നാശനഷ്ടം വളരെ വലുതാകാനുള്ള, ഒരുപക്ഷെ മരണസംഖ്യ വളരെ ഉയർന്നു പോകാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഈ തരത്തിൽ നമ്മൾ ഏതെങ്കിലും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. എന്തായാലും നമ്മൾക്ക് അവരോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരാൻ മാത്രമേ കഴിയൂ. എങ്കിലും നമ്മുടെ വിമാന നിയന്ത്രണവുമായി ബന്ധപ്പെടുത്തി, ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തി ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ശക്തമായിട്ടുള്ള നമ്മുടെ വ്യോമ മേഖല ശക്തമായിട്ട് കൂടുതൽ സുരക്ഷിതമാക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകളിൽ ഉയർന്നു വരുന്നുണ്ട്. അത് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ എടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. കാരണം നമ്മുടെ വ്യോമ ഗതാഗതവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല വിമാനങ്ങളുടെയും പഴക്കം, അതുപോലെ തന്നെ ഇത് എത്രത്തോളം പഴക്കമുള്ള വിമാനമാണ്, ഇത് എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പൈലറ്റുമാരാണ് അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഇതിന്റെ ഓറഞ്ച് ബോക്സുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഇനി അതിന്റെ ബ്ലാക്ക് ബോക്സ് എന്നൊക്കെ പറയുന്നത് നമുക്കിനി അതൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് കഴിയൂ. എന്തായാലും ഈ അപകടം നമ്മളെ ഏറെ ആശങ്കയിലാഴ്ത്തുന്നതും അതുപോലെ തന്നെ ഇതൊരു പാഠമായി നമ്മൾ ഓരോ അപകടം ഉണ്ടാകുമ്പോഴും നമ്മൾ അന്നേരം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാതെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശരിയാണ് സർ, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഏതായാലും പറന്നുയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.